ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാൽ പോലും ഞങ്ങൾ കുഞ്ഞിനെയായിട്ട് ഡയറക്റ്റ്ലി വരുന്ന കൃപാസനത്തിലേക്കായിരിക്കുമെന്ന്. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഫ്ലൈറ്റ് പിടിച്ച് കുഞ്ഞിനെയായിട്ട് കൃപാസനത്തിലേക്ക് വന്നു. അച്ഛൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്തിന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ കുഞ്ഞ് കാണുമോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ ഒരു സമയത്താണ് ഞങ്ങളുടെ മനസ്സിൽ കോൺഫിഡൻസോടെ വി കുഡ് ഗോ ബാക്ക്. അമ്മ മാതാ ഉണ്ട്, നത്തിങ് വിൽ ഹാപ്പൻ ടു അവർ ചൈൽഡ്. ആ ഒരു കോൺഫിഡൻസോടെ ഞങ്ങൾ വി വെൻറ്റ് ഫോർവേഡ് വിത്ത് ദ സർജറി. And the surgery was done within 70 days that my husband took the Odambadi. So ആ ഒരു സമയത്ത് we were continuously praying and then the surgery was completely successful. ഞങ്ങളുടെ കുഞ്ഞിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ട് സർജറി വാസ് സക്സസ്ഫുൽ. ആഫ്റ്റർ ദ സർജറി ഞങ്ങളുടെ കുഞ്ഞ് 3 ദിവസം വരെ വെന്റിലേറ്ററിലായിരുന്നു. സോ ആ 3 ദിവസവും ഞങ്ങൾ കണ്ടിന്യൂസ്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു. ബട്ട് ICUലായിരുന്ന കാരണം ലൈക്ക് യു കാൻ ഗോ ടു മീറ്റ് ഹർ വെരി ഓഫൻ. So any one person can go to meet her for 5 to 10 minutes. So ഇടയ്ക്ക് ഞാൻ പോകായിരുന്നു. some days my husband used to go. So ഞാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അമ്മമാതാൻ്റെ തൈലം എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ICUവിൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ ഞങ്ങളുടെ നെറ്റിയിൽ തൈലം തേച്ചുകൊണ്ട് അകത്ത് പോകുമായിരുന്നു. അവിടെ പോയിട്ട് കൊച്ചിൻ്റെ ബെഡിലോട്ട് തൈലം തേക്കുമായിരുന്നു. കൊച്ചിനെ തൊടാൻ പറ്റത്തില്ല. സോ കൊച്ചിൻ്റെ ബെഡേ തൈലം തേക്കുമായിരുന്നു. ICUയുടെ പുറത്ത് ഉപ്പ് വിതറിയിട്ടുണ്ട്. വിശ്വാസത്തിൽ അമ്മ മാതാവ് ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തോളുമെന്ന് ഉള്ള വിശ്വാസത്തിൽ. ആ 3 ദിവസം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, വി ക്യാൻ റിമൂവ് ഹർ ഫ്രം ദ വെന്റിലേറ്റർ. ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കൊച്ചിനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞ് നോർമൽ ഏതെങ്കിലും ഒരു ലോ റിസ്ക് സർജറി പോലെ കുഞ്ഞ് ഒരു റിസ്ക്കും ഇല്ലാണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റി.